വിശദമായ വാർത്തയിലേക്ക്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികൾ പുറത്ത്. വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ശ്രീരാമകൃഷ്ണൻ പദ്ധതിയിട്ടെന്ന സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. സ്പീക്കർ UAE കോൺസൽ ജനറലിന് വൻ തുക നൽകിയെന്ന സരിത്തിന്റെ മൊഴിയിലുണ്ട്. ക്രൈംബ്രാഞ്ചിനെതിരെ ED ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് മൊഴികളുടെ വിശദാംശങ്ങളുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് ഈ ED നൽകിയ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ? ക്രൈംബ്രാഞ്ച് EDക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ആ FIR റദ്ദാക്കണമെന്നും കൂടാതെ FIR രജിസ്റ്റർ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളുടെ അന്വേഷണം അത് CBIക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. വിശദമായ മൊഴി തന്നെ ഇതിൽ ഉണ്ട്. അതായത് 526 പേജുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ ഏകദേശം സ്വപ്നയുടെയും സരിത്തിൻ്റെയും എല്ലാം നിർണായക മൊഴികൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. പ്രധാനമായി സ്പീക്കർക്കെതിരെയുള്ള മൊഴി ആണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. സ്പീക്കർക്ക് വിദേശത്ത്, അതായത് പൊന്നാനി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മിഡിൽ ഈസ്റ്റ് കോളേജ് എന്ന സ്ഥാപനത്തിൽ സ്പീക്കർക്ക് നിക്ഷേപമുണ്ട്. ആ സ്ഥാപനം ഷാർജയിലേക്കും UAEയിലെ മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഷാർജ ഭരണാധികാരി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സ്പീക്കർ തന്നോട് ഷാർജ ഭരണാധികാരിയുമായുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി താൻ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു. അങ്ങനെ തിരുവനന്തപുരം കോവളം ലീല പാലസിൽ വെച്ച് സ്പീക്കറും ഷാർജ ഭരണാധികാരിയും കൂടിക്കാഴ്ച നടത്തി. ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റ് കോളേജിൻ്റെ മറ്റ് ശാഖകൾ തുടങ്ങാൻ ഷാർജയിൽ ഭൂമി അനുവദിക്കണമെന്നുള്ള ആവശ്യം സ്പീക്കർ നേരിട്ട് ഷാർജ ഭരണാധികാരിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അത് ഷാർജ ഭരണാധികാരി സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാണ് സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നത്. കൂടാതെ ഈ മിഡിൽ ഈസ്റ്റ് കോളേജിൻ്റെ ഡീനായ തിരുവനന്തപുരം സ്വദേശിയായ കിരണും ലഫീറാണ് പൊന്നാനി സ്വദേശിയായ സ്ഥാപനത്തിൻ്റെ ഉടമ. ഇരുവരുടെയും നിർദ്ദേശപ്രകാരം ശിവശങ്കറിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം താൻ കഴിഞ്ഞ 2018 ഏപ്രിലിൽ ഷാർജയിലേക്ക് പോയിരുന്നു. കൂടാതെ ഈ മിഡിൽ ഈസ്റ്റ് കോളേജിൻ്റെ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗമായ ഒമാൻ പൗരൻ ഖാലിദുമായി സംസാരിച്ചു. ഇത്തരത്തിൽ ഷാർജയിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും കൂടാതെ ഈ ലത്തീഫ് കിരൺ എന്നിവരും തന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ താൻ അവിടെ നടത്താമെന്നുള്ള ഉറപ്പും അവർക്ക് നൽകി. ഇങ്ങനെ നീളുന്നു സ്വപ്നയുടെ മൊഴി. സ്വപ്ന EDയോട് നൽകിയ മൊഴി എന്ന മൊഴി ആയിട്ടാണ് ഈ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം ഉള്ളത്. ഉമേഷ്, നേരത്തെ തന്നെ ഈ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് സ്വപ്നയുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം അത് തള്ളിക്കളയുകയാണ്, നിഷേധിക്കുകയാണ് ചെയ്തത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മൊഴി പുറത്തു വരുമ്പോൾ അത് ഇടതുപക്ഷത്തെ ഏത് രീതിയിൽ ബാധിക്കും? സ്വാഭാവികമായി ഇത് രാഷ്ട്രീയമായി പ്രതിപക്ഷ സംഘടനകൾ ആയുധമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്തായാലും ഒരുപക്ഷെ കേസിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ED പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ FIR ഈ കേസുമായി ബന്ധപ്പെട്ട അന്തിമ അന്വേഷണ റിപ്പോർട്ടടക്കം സമർപ്പിക്കുന്ന സമയത്ത് പുറത്തുവിടേണ്ട മൊഴികളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്പീക്കറെ അടക്കം ED ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ആദ്യം പോയിരുന്നു എങ്കിൽ പോലും അത് തുടർ നടപടി ഉണ്ടായില്ല. എന്തായാലും ഈ മൊഴിയുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നതും അതിൻ്റെ ഒരു സാഹചര്യം. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെയാണ് സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികൾ ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ശ്രീരാമകൃഷ്ണൻ പദ്ധതിയിട്ടെന്നാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. EDക്ക് നൽകിയ മൊഴിയാണിത്. സ്പീക്കർ UAE കോൺസൽ ജനറലിന് വൻ തുക നൽകിയെന്നും സരിത്ത് മൊഴി നൽകിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിനെതിരെ ED ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഈ മൊഴികളുടെ വിശദാംശങ്ങൾ ഉള്ളത്. ഉമേഷ് തുടരുകയാണ്. ഉമേഷ് പറഞ്ഞു വന്നത് അദ്ദേഹത്തിനെതിരെ ഉള്ള അന്വേഷണം അതിന് ഏത് രീതിയിലായിരിക്കും? നേരത്തെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതിലേക്കൊന്നും പോയിരുന്നില്ല. ഇനി ഇപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഏത് രീതിയിലായിരിക്കും?
സ്വാഭാവികമായി ED തങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാന ആയുധം അത് ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ EDയും സ്വപ്നയും സ്പീക്കറും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ, ഡോളർ കടത്തിൽ ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ, ഇവയെല്ലാം ആരോപണമായി നിലനിന്നിരുന്നു എന്നുള്ളതല്ലാതെ അതിനൊരു ഔദ്യോഗിക രേഖയായി പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ സ്വപ്നയുടെ മൊഴിയായി തന്നെ അത് പുറത്തു വന്നിരിക്കുന്നു. സ്വപ്ന ഇത്തരമൊരു മൊഴി, അതായത് സ്പീക്കർക്ക് വിദേശത്തുള്ള സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ട്, പുതിയ സ്ഥാപനങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റ് കോളേജ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ട്, ആ കോളേജിൻ്റെ മറ്റ് ശാഖകൾ അത് ഷാർജയിൽ തുടങ്ങാൻ ആലോചിച്ചിരുന്നു. ഷാർജയിൽ മാത്രമല്ല UAEയിലെ മറ്റ് സ്ഥലങ്ങളിലും തുടങ്ങാൻ സ്പീക്കർ ആലോചിച്ചിരുന്നു. അതിന് മുൻകൈയെടുത്തത് സ്പീക്കർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമായ, ഈ മൊഴിയിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ ഏറ്റവും ഗൗരവതരമായി കാണുന്നത്. കാരണം സ്പീക്കർ തൻ്റെ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകൾ നടത്തിയത്, വിദേശയാത്രകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി, സ്വപ്നയുടെ മൊഴി പറയുന്നത് പ്രകാരമാണെങ്കിൽ അത് ഗുരുതരമായ ആരോപണമായി തന്നെ ഉയരുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പീക്കറോട് ചോദിച്ചറിയേണ്ടത് EDക്ക് സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതേ രീതിയിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറുപടി സ്പീക്കറുടെ ഭാഗത്തു നിന്ന് വാങ്ങേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് സ്പീക്കറെ ചോദ്യം ചെയ്യാൻ ED ആദ്യം അതിനുള്ള അനുവാദങ്ങളെല്ലാം ചോദിച്ചിരുന്നത്. പക്ഷേ അത് ആ രീതിയിലേക്ക് പോയില്ല. എങ്കിൽ പോലും തുടരന്വേഷണം ഇതിലുണ്ടാകും. ഇതിൽ ഏറ്റവും സുപ്രധാനം, നിർണായകമായ ഒരു നീക്കം സംസ്ഥാന സർക്കാർ EDക്കെതിരെ നടത്തിയപ്പോൾ അതിന് അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ നാണയത്തിൽ തന്നെ ഉമേഷിലേക്ക് വരാം. ഇപ്പോൾ BJP നേതാവ് B ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഇപ്പോൾ സ്പീക്കർക്കെതിരെ സരിത്തും സ്വപ്നയും EDക്ക് നൽകിയ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ സ്പീക്കർ പദ്ധതിയിട്ടിരുന്നെന്നും ഇതിനായി കോൺസുലിന് പൈസ കൊടുത്തിരുന്നു എന്നുമാണ്, കോൺസുൽ ജനറൽ സ്പീക്കർ പണം നൽകിയതായുമാണ് ഇപ്പോൾ സരിത്തിന്റെ മൊഴി വന്നിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ വിഷയത്തിൽ ശ്രീരാമകൃഷ്ണന്റെ മടിയിൽ കനമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഭരണഘടനാ സ്ഥാപനമായ സ്പീക്കർ പദവിയിലിരിക്കുന്ന ശ്രീരാമകൃഷ്ണൻ ആദ്യം മുതൽ തന്നെ സ്വപ്ന സുരേഷിന്റെ സന്ദീപ് നായരുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേര് വരുന്നു, അദ്ദേഹത്തിന്റെ തന്നെ സിം വേറൊരാൾ ഉപയോഗിച്ച വിഷയങ്ങൾ വരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ തുടക്കം മുതൽ തന്നെ വളരെ വലിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോ ED കൊടുത്ത മൊഴിയിൽ സന്ദീപ് നായർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന സ്പീക്കർ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്റെ പദവിയും അതുപോലെ തന്നെ തന്റെ അധികാരവും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് വിദേശത്ത് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അനധികൃതമായ രീതിയിൽ ബന്ധപ്പെടുകയും അത് തന്റെ സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമായി തന്നെ കാണേണ്ടതാണ്. കാരണം ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപൻ എന്ന രീതിയിൽ വളരെ ആദരണീയമായ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി തന്റെ അധികാരങ്ങളെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പണം ഉണ്ടാക്കുന്നതിനും വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയുടെ ഓരോ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ തെളിവുകൾ വരുമ്പോ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയിലേക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അവിടെ ഉയർന്ന ഒരു ചോദ്യം, ഇത് നേരത്തെയും ഇത്തരത്തിൽ സ്വപ്നയുമായി സ്പീക്കർക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ചിത്രങ്ങളടക്കം പ്രചരിച്ചിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് അതിനെ ന്യായീകരിക്കാൻ കഴിഞ്ഞു. സ്വപ്നയെ അറിയാം, ഒരു ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ, കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ തനിക്കറിയാം, അതിനപ്പുറത്തേക്ക് താനും സ്വപ്നയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു തട്ടിപ്പുകാർ പറയുന്നത്, അവർ പിന്നീട് പറഞ്ഞ മൊഴികളിലെല്ലാം അവർ പ്രതിരോധിച്ചത് ഇങ്ങനെയാണ്: തട്ടിപ്പുകാർ പറയുന്നത് എന്തിനു മുഖവിലക്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ആരോപണവും അങ്ങനെ തള്ളിക്കളയാനാകുമോ? ഒരു കാരണവശാലും തള്ളിക്കളയാനാവില്ല. കാരണം ഒരു മൊഴി, ഇദ്ദേഹത്തിനെതിരെ നൽകിയ മൊഴി ED അത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതൊരു ആധികാരികമായ കാര്യങ്ങൾ തന്നെയാണ്. ആധികാരികമായ കാര്യം ഇത്തരം സമർപ്പിക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഇത് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അദ്ദേഹം അനധികൃതമായി സ്വാധീനിക്കുകയും പണം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായ വിഷയവും അതുപോലെ തന്നെ വളരെ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തിന് ചേരാത്ത രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ്. ഇത് ആദ്യത്തെ ആരോപണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു ആരോപണം ശരി ഉന്നയിച്ചു,
ഇതിപ്പോ അദ്ദേഹത്തിനെതിരെ എത്രാമത്തെ ആരോപണമാണ്? നിരന്തരമായി അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരികയും അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമല്ല, അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്ന സമയത്ത് വളരെയധികം ചിന്തിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്ന സ്ഥിതിയിലേക്കുള്ള സ്ഥിതിവിശേഷത്തിൽ നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കണക്കിലെടുക്കേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി. ബി.ജെ.പി. നേതാവ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നത്. എന്തായാലും സ്വപ്നയും സരിത്തും സ്പീക്കർക്കെതിരെ പി ശ്രീരാമകൃഷ്ണനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഇടതുമുന്നണിക്ക് വലിയ മറുപടി നൽകേണ്ട ചോദ്യമായി തന്നെ ഉയരും. പ്രതിപക്ഷം പ്രചാരണായുധമാക്കാനും സാധ്യത ഉണ്ട്. മറ്റു വാർത്തകളിലേക്ക്. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ച് നടപടിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. ഉദ്യോഗസ്ഥർക്കെതിരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് കേസെടുത്തതും ഗൂഢാലോചനയാണെന്നും എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നുമാണ് ആവശ്യം. ഇഡിക്കെതിരെ ആഞ്ഞടിച്ച ധനമന്ത്രി തോമസ് ഐസക്. ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ തിരിച്ചും അറസ്റ്റുണ്ടാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. കിഫ്ബി ഉടച്ചു വാർക്കുമെന്ന വി ഡി സതീശന്റെ പരാമർശത്തിനും ധനമന്ത്രി മറുപടി നൽകി. കിഫ്ബിയെ ഉടയ്ക്കുന്നതിന് മുൻപ് വാർക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നും വാർക്കൽ അറിയാതെ ഉടച്ചാൽ സ്തംഭിക്കുമെന്നും ധനമന്ത്രി പരിഹസിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കാണ് നമ്മളോടൊപ്പം ഉള്ളത്. അന്വേഷണ ഏജൻസികളുടെ ഒരു ഇടപെടലുണ്ടല്ലോ, അതിനെ നിയമപരമായി നേരിടുമെന്നാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനവും കേന്ദ്രവും മാറുവാണ്. ഇത് ഇലക്ഷന് വേണ്ടിയുള്ള ബഹളമാണ്. അതിക്കു മുമ്പ് ഒന്ന് ചോദ്യം ചെയ്യണം, മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ടാക്കണം. അതായാലും തീർന്നു, നമ്മളും കേസെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ശങ്കിച്ച് നിൽക്കുക. അതെന്ന് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ അങ്ങോട്ടും അറസ്റ്റ് ചെയ്യാനറിയാം. മുട്ടണിക്ക മുട്ട. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ വോട്ടിൽ ഈ കേന്ദ്രത്തിൻ്റെ തോന്നിവാസം ഈ കേരളത്തിൽ അനുവദിക്കണോ വേണ്ടിയെന്നുള്ളത്. അപ്പോൾ അത് നഷ്ടക്കച്ചവടമായിരിക്കും ബി ജെ പിക്കും യു ഡി എഫിനും രാഷ്ട്രീയമായിട്ട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com സന്ദർശിക്കൂ. ായതോടെ തലശ്ശേരിയിൽ എന്ത് നിലപാടെടുക്കുമെന്നതിൽ ബി.ജെ.പിയിൽ പ്രതിസന്ധി. ആകെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ COT നസീറിനെ പിന്തുണയ്ക്കുമോ എന്നതിലും നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിത്വം തന്നെ തള്ളിപ്പോയതോടെ മണ്ഡലത്തിലെ അമിത്ഷായുടെ സന്ദർശനവും ഒഴിവാക്കി. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസിന്റെ പത്രിക തള്ളിയതോടെ ബി.ജെ.പി. നേതൃത്വം പ്രതിസന്ധിയിലായി. ആകെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി COT നസീറാണ്. എന്നാൽ COT നസീറിനെ പിന്തുണയ്ക്കണമോ എന്ന കാര്യത്തിൽ നേതൃത്വം അന്തിമ നിലപാട് എടുത്തിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനു പിന്നാലെ അമിത്ഷായുടെ തലശ്ശേരിയിലെ പ്രചരണ പരിപാടികൾ ഒഴിവാക്കി. തൃപ്പൂണിത്തറയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ പരിപാടി. അതേസമയം മണ്ഡലത്തിലെ ബി.ജെ.പി. വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്ന നിലപാടിലാണ് COT നസീർ. അക്രമരാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് CPM ബി.ജെ.പി. പ്രവർത്തകരുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്നും നസീർ. നമ്മളങ്ങനെ പറഞ്ഞ വോട്ട് എല്ലാവരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ബി.ജെ.പിക്ക് അകത്തുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാമെന്ന് ഞങ്ങളുടെ ഉറപ്പും തന്നിട്ടുണ്ട്. പത്രിക അംഗീകരിക്കാതിരുന്ന വരണാധികാരിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യണമെന്നാവശ്യം ബി.ജെ.പിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. ക്യാമറാമാൻ സുമേഷ് മോറാരയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഗുരുവായൂരിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥി ദിലീപ് നായരെ പിന്തുണയ്ക്കാൻ ബി.ജെ.പി. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. അതേസമയം നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അഡ്വക്കേറ്റ് നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ DSJP സ്ഥാനാർത്ഥി ദിലീപ് നായരുമായും സ്വതന്ത്ര സ്ഥാനാർത്ഥി ആന്റണിയുമായാണ് ബി.ജെ.പി. ചർച്ച നടത്തിയത്. സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്താണ് ദിലീപ് നായരെ പിന്തുണയ്ക്കാനുള്ള നീക്കം. മാത്രമല്ല NDA ഘടകകക്ഷിയാകാൻ DSJP നേരത്തെ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ബി.ജെ.പി. പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വീകരിക്കുമെന്ന് ദിലീപ് നായർ പ്രതികരിച്ചു. മിക്കവാറും ഇന്നോ നാളെയൊക്കെ ആയിട്ട് അതിലൊരു തീരുമാനം എത്തുന്നതായിരിക്കും. അത് എത്തുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും സ്വാഗതാർഹമാണ്. അത് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ബി.ജെ.പി. ആയിട്ട് നമുക്ക് ചേരുന്നത്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ദിലീപ് നായരെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകുന്നേരത്തോടെയോ നാളെയോ തീരുമാനമുണ്ടാകുമെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. അതേസമയം പത്രിക തള്ളിയതിനെതിരെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി.
സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യം അറിയില്ലെന്നും നിവേദിത. ഇലക്ഷനിൽ സംഘടന നേരിടുന്ന ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സംഘടനയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് എന്താണ് ഏതാണെന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്തരത്തിൽ ഒരു അറിയിപ്പും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, അതിൽ വഴിയുണ്ട് എന്നുള്ളതാണ് ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,00,000 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ വോട്ട് മറിച്ചെന്ന ആരോപണം BJPക്കെതിരെ കൂടുതൽ ശക്തമാകും. ഇത് മറികടക്കാൻ കൂടിയാണ് BJPയുടെ ശ്രമം. ന്യൂസ് 18 തൃശൂർ. തലശ്ശേരിയിലും ഗുരുവായൂരിലും ദേവികുളത്തും NDA സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് UDFന് വേണ്ടിയുള്ള ഒത്തുകളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP പ്രാദേശികമായി കോൺഗ്രസിന് വോട്ട് നൽകാൻ പോകുന്നതിന്റെ തെളിവാണിതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ധാരണയെന്ന UDF കൺവീനർ MM ഹസൻ CPMന് BJP സാമ്പത്തിക പിന്തുണ നൽകുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം. കോൺഗ്രസ് അപ്രസക്തമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ധാരണയുടെ അടിസ്ഥാനത്തിലെന്നും MM ഹസൻ ആരോപിച്ചു. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്താൻ പരിശോധന ഊർജിതമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒന്നിലധികം തവണ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും കള്ളവോട്ട് നടക്കില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾക്കാണ് കമ്മീഷൻ ഒരുങ്ങുന്നത്. ഇതിനിടെ വോട്ടർ പട്ടികയിൽ വീണ്ടും ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തുവന്നു. കോൺഗ്രസുകാർ ചേർത്ത കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ പരമാവധി കണ്ടെത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമം. വ്യാപകമായ പരിശോധന നടത്താനാണ് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കുക ഈ ഘട്ടത്തിൽ എളുപ്പമല്ല. അതിനാൽ കള്ളവോട്ട് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ശ്രമം. ഇരട്ട വോട്ടുള്ളവരുടെ പട്ടിക എല്ലാ ബൂത്തുകളിലും കൈമാറും. ഇതിനിടെ വോട്ടർ പട്ടികയിൽ വീണ്ടും ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ഒരേ വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ച് മറ്റു പേരുകളിലും വിലാസങ്ങളിലും വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കുന്നു എന്നാണ് ചെന്നിത്തലയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അദ്ദേഹം പരാതി നൽകി. ഇതിനെ ഞങ്ങൾ ജനാധിപത്യ വോട്ടുകൾ, ഈ കള്ളവോട്ടുകളെ ജനാധിപത്യ വോട്ടുകൾ എന്നാണ് പറയപ്പെടുന്നത്. 4 ലക്ഷത്തോളം ഇതുപോലുള്ള കള്ളവോട്ടുകൾ ചെയ്ത് വിജയമുറപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ അതിനെ തടയണം എന്നാണ് എനിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും പറയാനുള്ളത്. വോട്ടെടുപ്പിന് പിന്നിൽ CPM പ്രവർത്തകനാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കോൺഗ്രസുകാർ ചേർത്ത കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്നും സംഘടിതമായി ഒരു നീക്കവും നടന്നിട്ടില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അപ്പോൾ കോൺഗ്രസുകാർ ചേർത്ത വോട്ടിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആക്ഷേപം. ഏതെങ്കിലും ഒരു സംഘടിതമായ നീക്കം നടന്നുവെന്ന് ഇതേവരെ അത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. എലത്തൂർ സീറ്റിനെ ചൊല്ലിയുള്ള UDFിലെ പോരിന് മഞ്ഞുരുക്കം. NCKയിലെ സുൽഫിക്കർ മയൂരിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രചാരണ രംഗത്തിറങ്ങാൻ UDF യോഗത്തിൽ തീരുമാനമായി. തർക്കം പരിഹരിച്ചത് ഉപാധികളോടെയാണെന്നും അതിപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും MK രാഘവൻ പറഞ്ഞു. KM ഷാജി വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി വിജിലൻസ് റിപ്പോർട്ട്. വരുമാനത്തെക്കാൾ സ്വത്ത് 166% ഉണ്ടെന്നാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഷാജിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. രഹസ്യ റിപ്പോർട്ട് ചോർത്തി വിജിലൻസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് KM ഷാജി. അനധികൃതമായി ഒരു സ്വത്തും തന്റെ പേരിലില്ല. വിജിലൻസ് തന്നെ പിന്തുടരുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ്. എന്ത് കളി ഉണ്ടായാലും കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷാജി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പിറവത്തെത്തും. റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. നേരത്തെ കോട്ടയത്തും പുതുപ്പള്ളിയിലും വോട്ട് അഭ്യർത്ഥിച്ച രാഹുൽ റോഡ് ഷോയിലും പങ്കെടുത്തിരുന്നു. മാണി സി കാപ്പൻ ഒന്നാന്തരം വോളിബോൾ പ്ലെയറെന്നും കാപ്പന്റെ സ്മാഷ് തടുക്കാൻ എതിരാളികൾക്കാകില്ലെന്നും പാലായിലെ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലും രാഹുൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദവുമില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേസ് കോടതിയുടെ വിശാല ബെഞ്ചിന് മുൻപിലാണ്. വിധി വന്നതിന് ശേഷം എല്ലാവരുമായി ആലോചിച്ച് തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. എന്നാൽ പുതിയ സത്യവാങ്മൂലം നൽകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് യെച്ചൂരി ഒഴിഞ്ഞുമാറി. കാസർഗോഡ് നീലേശ്വരത്ത് LDF പ്രചാരണത്തിനെത്തിയപ്പോഴായിരുന്നു യെച്ചൂരിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. നാളെ രാവിലെ 10:00 സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. 11:30 കാഞ്ഞിരപ്പള്ളിയിലെത്തുന്ന അമിത്ഷാ 11:45 പൊൻകുന്നം ശ്രേയസ് പബ്ലിക് സ്കൂൾ മൈതാനത്ത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും.
കോവിഡ് വാക്സിനേഷൻ രാജ്യത്ത് മൂന്നാം ഘട്ടത്തിലേക്ക് 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഏപ്രിൽ 1 മുതൽ വാക്സിൻ നൽകും. വാക്സിനേഷനിലെ നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. രണ്ടാം ഡോസ് എടുക്കാനുള്ള സമയപരിധിയും നീട്ടി. രണ്ടാം ഡോസ് 8 ആഴ്ചയ്ക്കകം എടുത്താൽ മതി. രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്നും ആവശ്യത്തിന് ലഭ്യമാണെന്നും ജാവദേക്കർ വ്യക്തമാക്കി. കായിക വാർത്ത.